സുഭാഷാറാണ്. നമ്മളങ്ങനെ പ്ലസ് ടുക്കാർക്ക് വേണ്ടി നെക്സ്റ്റ് ചാപ്റ്റർ നമ്മുടെ എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. ഇതിൻ്റെ കാര്യം പറഞ്ഞാൽ ക്ലാസ്സിൽ സ്കൂളുകളിലൊക്കെ ആണെങ്കിൽ പോലും ലാസ്റ്റ് നിമിഷങ്ങളിലാണ് ഇതൊക്കെ പഠിപ്പിച്ച് തീർന്നേക്കുന്നത്. പ്രത്യേകിച്ച് കുട്ടികളൊന്നും ആരും കൂടുതൽ ശ്രദ്ധിച്ച് കാണത്തില്ല. ആ സമയത്തായിരിക്കും മിക്കവാറും നമ്മുടെ ക്രിസ്മസ് എക്സാമിന് തൊട്ടടുത്തൊക്കെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇതൊന്നും നമുക്ക് കൂടുതൽ സമയമെടുത്തായിരിക്കത്തില്ല പഠിച്ചത്. ടീച്ചേഴ്സിന് സമയം കിട്ടിക്കാണത്തില്ല. ഇതും കൊണ്ടൊന്നും എക്സാമിന് ഇത് ക്വസ്റ്റ്യൻ വന്നാൽ എഴുതാതിരുന്നിട്ട് കാര്യമില്ല, മാർക്ക് പോകും ഉറപ്പായിട്ടും. പ്രത്യേകിച്ച് ഈ വർഷമൊക്കെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള വാല്യുവേഷനും ക്വസ്റ്റ്യൻസുകളൊക്കെ ഇത്തിരി ലേശം ടഫാകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധിച്ചെങ്കിലേ ഓരോ ചാപ്റ്ററിൽ ഇതൊന്നും മാർക്ക് കിട്ടുള്ളൂ. ഇത്തിരി ഉഴപ്പിപ്പോയാൽ നല്ലതുപോലെ മാർക്ക് കുറയാനും റിസൾട്ട് കുറയാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ കൂടുതൽ നമ്മളങ്ങോട്ട് ആ കാര്യത്തിലോട്ട് പോകുന്നില്ല. കൂടുതൽ നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കും ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണ്. ഈ നെഗറ്റീവ് പറയാമെന്ന് ഉദ്ദേശിച്ചത് നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ്. കാര്യങ്ങൾ സംഭവിച്ച ശേഷം പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് കൂടുതൽ അലേർട്ടാവുക, കാര്യങ്ങളിലോട്ട് കൂടുതൽ ശ്രദ്ധിക്കാം. ഇപ്പോൾ നിങ്ങൾ പ്രാക്ടിക്കൽ കൂടുതൽ ചെയ്യുന്ന സമയമാണെങ്കിലും തിയറി പഠിക്കേണ്ട സമയം കണ്ടെത്തണം. ഓക്കെ, നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൽ നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് ഓർഡർ, ഓക്കെ, ആൻഡ് ഡിഗ്രി. ഇത് രണ്ടുമാണ് നമുക്ക് പഠിക്കാൻ. എന്താണ് ഓർഡർ, എന്താണ് ഡിഗ്രി? അതിന് മുൻപായിട്ട് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരെന്താണ്? ഡിഫറൻഷ്യൽ ഇക്വേഷൻ. വാട്ട് ഈസ് മെൻ ബൈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ? ആൻ ഇക്വേഷൻ കണ്ടെയ്ൻസ് ഡെറിവേറ്റീവ്സ് ഈസ് കോൾഡ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നുള്ളത് സിമ്പിളായിട്ട് പറയാം. ഒരു ഇക്വേഷനുള്ളിൽ ഡെറിവേറ്റീവ്സ് ഉണ്ടായിരിക്കണം. എന്താണ് ഈ ഡെറിവേറ്റീവ്സ്? ഡി എക്സ്, ഡി വൈ, അല്ലെങ്കിൽ ഡി വൈ ബൈ ഡി എക്സ്, അല്ലെങ്കിൽ ഡി എക്സ് ബൈ ഡി വൈ. ഇങ്ങനെയുള്ള ഡെറിവേറ്റീവ്സുകൾ ഉൾപ്പെടുന്ന ഏത് ഇക്വേഷനെയും നമുക്ക് ആരെന്ന് വിളിക്കാം? ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് സോൾവ് ചെയ്യുക എന്നുള്ള ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഇതിനുള്ളിലോട്ട് എത്തിക്കഴിഞ്ഞാൽ പഠിക്കുന്നത് അതിൻ്റെ സ്റ്റാർട്ടിങ് എന്നോണം ഉള്ളതാണ് ഓർഡർ ആൻഡ് ഡിഗ്രി. എന്താണ് എളുപ്പമെന്ന് കേട്ടോ, ശ്രദ്ധിച്ചിരിക്കുക. ഇപ്പോൾ y ഈസ് ഈക്വൽ ടു സൈൻ എക്സ്. ഓക്കെ, ഇതൊരു ചുമ്മാ ഒരു ഇക്വേഷനാണേ. ഈ ഇക്വേഷൻ നമ്മൾ ഒരു തവണ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ ആരെ കിട്ടുന്നത്? ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എത്ര മോനെ? കോസ് എക്സ് അല്ലേ? ദിസ് ഈസ് കോൾഡ് ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. നമ്മൾ ഒരു തവണ ഡിഫറൻഷ്യേറ്റ് ചെയ്ത്, ശരിയല്ല, ഒറ്റ തവണ ഡിഫറൻഷ്യേറ്റ് ചെയ്തുള്ളൂ. ഇനി എനിക്ക് ഒന്നുകൂടെ ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യണമെന്ന് തോന്നുന്നു, ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ നോക്കിക്കേ, ദാറ്റ് ക്യാൻ ബി ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ. കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? മൈനസ് സൈൻ എക്സ്. ഇപ്പോൾ നമുക്ക് കിട്ടിയത് സെക്കൻഡ് ഓർഡറാണ്. എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു നമ്മുടെ ഫംഗ്ഷൻ. നമ്മളിതിനെ ഒരു തവണ ഡിഫറൻഷ്യേറ്റ് ചെയ്തു, ഇപ്പോൾ നമ്മൾ 2 തവണ ഡിഫറൻഷ്യേറ്റ് ചെയ്തു, ഡി സ്ക്വയർ. ഇനി ഒന്നുകൂടെ ചെയ്താൽ 3 കിട്ടും, ഇനി ചെയ്താൽ 4 കിട്ടും, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്തു പോകുമ്പോൾ നോക്കി, ഒന്നുകൂടെ ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ ഡി ക്യൂബ് വൈ ബൈ ഡി എക്സ് ക്യൂബ് എന്നാണ്. മൈനസ് ഇട്ടു, സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എത്രയാണ്? കോസ് എക്സ്. ഇത് തേർഡ് ഓർഡർ ഡെറിവേറ്റീവാണ്. തേർഡ് ഓർഡർ 3 തവണ ചെയ്തു അല്ലേ? ഇതാണ് മോനെ ഓർഡർ. എത്ര തവണ ചെയ്തു എന്നുള്ളതാണ് ഓർഡർ. ഒരു ഇക്വേഷനെ നിങ്ങൾക്ക് തന്നേക്കുന്ന ക്വസ്റ്റ്യനിൽ എത്ര തവണ ഡിഫറൻഷ്യേറ്റ് ചെയ്തു എന്നുള്ളത് കണ്ടുപിടിക്കുന്നതാണ് ഓർഡർ. ഓർഡർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഇങ്ങനെ പോകും. നമുക്ക് മാക്സിമം 4th വരെ ചോദിക്കാം. ഓക്കെ, ഇതിപ്പോൾ കണ്ട ഡി വൈ ബൈ ഡി എക്സ് ഫസ്റ്റാ, ഇത് ഡി സ്ക്വയർ സെക്കൻഡ്, ഡി ക്യൂബ് തേർഡാ, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇനി നൊട്ടേഷൻ മാറാൻ മോനെ, ഈ ഡി വൈ ബൈ ഡി എക്സ് എന്നുള്ളതിന് പകരം മാറാൻ പറ്റുന്ന മറ്റൊരെണ്ണമാണ് y1. ഓക്കെ, അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാലും y1 എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. ഇനി ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയറിന് പകരം എഴുതാൻ പറ്റുന്ന മറ്റൊരാളാണ് y2. ഓക്കെ, സെക്കൻഡ് ഓർഡർ. അങ്ങനെയാണെങ്കിൽ ഡി ക്യൂബിന് നിങ്ങൾക്ക് മനസ്സിലായി y3. ഓക്കെ ആണല്ലോ. ഇനി മറ്റൊരു നൊട്ടേഷൻ കൂടെ ഉണ്ടോ മോനെ? വൈ ഡാഷ്. ഡാഷിൽ പറയുന്നത് ഒരു ഡാഷ് ആണെങ്കിൽ ഒരു തവണ ഡെറിവേറ്റീവ് എടുത്തു എന്നർത്ഥം. 2 ഡാഷ് ഉണ്ടെങ്കിൽ 2 തവണ സെക്കൻഡ് ഓർഡർ. 3 ഡാഷ് ആണെങ്കിൽ എല്ലാവർക്കും മനസ്സിലായി 3 തവണ. ദിസ് ഈസ് ഓർഡർ. അപ്പോൾ ഓർഡർ എന്ന് പറഞ്ഞാൽ തന്നേക്കുന്ന ഇക്വേഷനെ എത്ര തവണ ചെയ്താണ് നിങ്ങളിലോട്ട് എത്തിച്ചേക്കുന്നത് എന്നുള്ളതൊന്ന് കണ്ടുപിടിക്കുക. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമുക്ക് ഓർഡർ എന്താണെന്ന് മനസ്സിലായി. ദെൻ വാട്ട് ഈസ് മെൻ ബൈ ഡിഗ്രി ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ? ഡിഗ്രി ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇസ് ദ പവർ ഓഫ് ദ ഓർഡർ ടൈം. നമ്മുടെ ഓർഡറിനെ കണ്ടുപിടിച്ച ടേം ഉണ്ടല്ലോ, അതിൻ്റെ പവർ. ഓർഡറിനെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ തന്നെ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ഡി ക്യൂബ് വൈ ബൈ ഡി എക്സ് ക്യൂബ് ഈക്വൽ ടു മൈനസ് കോസ് എക്സ്. ഇതിൻ്റെ ഓർഡർ ഒരാൾ ചോദിച്ചാൽ വാട്ട് ഈസ് ഓർഡർ? ആൻസർ നമ്മൾ പറയും 3. ആ ടേമിൻ്റെ ഹോൾ പവർ, ദാറ്റ്സ് കോൾഡ് ഡിഗ്രി. ആ ടേമിൻ്റെ, അതല്ല വേറെ ടേമിൻ്റെ നോക്കല്ലേ,
നമ്മൾ ഓർഡറിനെ കണ്ടത് ഇന്ന ഒരു ടേമിനെ നോക്കിക്കൊണ്ട അതിൻ്റെ ഹോൾ പവർ ആണ് എന്താണ് ഡിഗ്രി. ചിലപ്പോൾ ഡിഗ്രി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട്, ഡിഗ്രി കണ്ടുപിടിക്കാൻ പറ്റുന്നതുകൊണ്ട് അത് നമുക്ക് ചെറിയൊരു വ്യത്യാസമാണ്, അത് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഞാൻ ഏകദേശം ഡിഗ്രിയെക്കുറിച്ച് പറഞ്ഞു. ഓർഡറിനെ കണ്ട ടേമിൻ്റെ ഹോൾ പവറിനെ വിളിക്കുന്ന പേരാണ് മോനെ ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ 1-2 എക്സാമ്പിൾസുകൾ ഞാൻ അങ്ങോട്ട് പരിചയപ്പെടുത്താം, കണ്ടോണം. ഓക്കെ, d²y/dx² whole raised to 5 dy/dx whole raised to 6 plus y raised to 7 equal to sin x. ഇതൊരു ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. ദെൻ വാട്ട് ഈസ് ദ ഓർഡർ? ഇതിൻ്റെ ഓർഡർ ആരാണ്? എന്താണ് ഡിഗ്രി? നമ്മളപ്പോൾ ഓർഡറിനെ കാണുമ്പോൾ എല്ലാവരും കണ്ടുപിടിച്ച് കഴിഞ്ഞില്ലേ ഓർഡർ ആരാണ്? d²y/ വരെയാണ്, മറ്റൊക്കെ dy ഉള്ളൂ, പിന്നെ അത്രയൊന്നും ഇല്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ ഓർഡർ എത്താണ് ഇവിടെ 2 ആണ് അല്ലേ. മീൻസ് വൈയെ 2 തവണ വരെ കാണിച്ചിട്ടുണ്ട്, മൂന്നാമത്തെ ഇല്ലാത്തതുകൊണ്ട് ഓർഡർ ഈസ് ആരാണ്? 2. ഓക്കെ, ദെൻ വാട്ട് ഈസ് ദ ഡിഗ്രി? ഡിഗ്രി എന്ന് പറയുന്നത് നമ്മൾ ഇതിനെ കണ്ടുകൊണ്ട് ഓർഡർ പറഞ്ഞത് ശരിയല്ലയോ? അല്ല ഇവരെ കണ്ടുകൊണ്ടാണ്? അല്ല, ഇയാളെ കണ്ടുകൊണ്ട്. അതിൻ്റെ പവർ 5, ദാറ്റ്സ് ഡിഗ്രി. ഓക്കെ, തീർന്നു. അല്ലാതെ വലിയ പവറിനെ കൊണ്ട് 6, 7 ഒക്കെ എടുത്തങ്ങ് എഴുതിയേക്കാം, എഴുതരുത്. ഓക്കെ, ഓർഡറിനെ കണ്ട ടേമിൻ്റെ ഹോൾ പവർ ഈസ് കോൾഡ് ദ ഡിഗ്രി ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ക്ലിയർ ആണല്ലോ? ഇനി മറ്റൊന്ന് നോക്കിക്കേ, y3' the whole square, y2' the whole cube, y' whole raised to 4 plus y raised to 5 equal to 0. ഡാഷ് തന്നിരിക്കുന്നു, നമുക്ക് എന്നാ പ്രശ്നം? ഡാഷ് അല്ല, ആര് വന്നാലും ഓക്കെ. അപ്പോൾ നോക്കിയാൽ മനസ്സിലായി, ഡാഷ് 1', 2', 3'. ഇവിടെ ട്രിപ്പിൾ ഡാഷ് ഉണ്ട്, 3 തവണ ഡാഷ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇതിൽ കൂടുതലുണ്ടോ മോനെ? ഇല്ലല്ലോ. therefore order is equal to 3. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ഡിഗ്രി. വാട്ട് ഈസ് ഡിഗ്രി? ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഇതിനെ ഒന്നും കണ്ടുകൊണ്ടല്ല നമ്മൾ ഡിഗ്രി ഓർഡർ എഴുതിയല്ലേ, ഇവനെ കണ്ടുകൊണ്ടാണ്, അതിൻ്റെ പവർ 2, ദാറ്റ്സ് കോൾഡ് ഡിഗ്രി. ഓക്കെ, അവൾ ക്ലിയറായി. അപ്പോൾ നമുക്ക് അതും മനസ്സിലായി. നെക്സ്റ്റ് y3 whole raised to 4, y2 whole raised to 5, y1 whole raised to 6 plus y raised to 7 is equal to 0. മറ്റൊരെണ്ണം ഇവിടെ നോക്കിക്കേ, ഇവിടെ നിങ്ങൾ മനസ്സിലായി മറ്റൊരു നൊട്ടേഷനാണ് y1, y2, y3. അതും ഡെറിവേറ്റീവിൻ്റെ മറ്റൊരു ഫോമാണ്. ഇത് ഫസ്റ്റ് ഓർഡർ, ഇത് സെക്കൻഡ് ഓർഡർ, ഇത് തേർഡ് ഓർഡർ. അതിൻ്റെ പവർ എത്രയാണ്? 4. ദറ്റ് ഈസ് കോൾഡ് ഡിഗ്രി. ഓർഡർ ദറ്റ് ഈസ് ഹിയർ 4 ആൻഡ് ഡിഗ്രി ഈസ് ഇവിടുത്തെ ഓർഡർ എത്രയെന്ന് ചോദിച്ചാൽ 3 ആണ്. ഡിഗ്രി ഈസ് എത്രയാണ്? 4. നമുക്ക് തേർഡ് ഓർഡർ വരെയാണ് കാണിച്ചേക്കുന്നത്. therefore ഓർഡർ ഈസ് 3, അതിൻ്റെ ഹോൾ പവർ 4 ആയതിൽ ഡിഗ്രി ഈസ് 4. ഓക്കെ, ക്ലിയർ ആണല്ലോ? മറ്റൊന്ന് നോക്കിക്കേ, d²y/dx² plus sin of dy/dx is equal to tan x. Then what is the order and the degree of this differential equation? Okay, നിങ്ങൾക്ക് മനസ്സിലായി തന്നെ ഇവിടെ dy/dx ഉണ്ട്, ഇവിടെ d² ഉണ്ട് അല്ലേ. d² ഉള്ളതുകൊണ്ട് ഓർഡർ ഈസ് ആരാണ്? 2. നെക്സ്റ്റ് ഡിഗ്രി നോക്കുമ്പോൾ ഇതിൻ്റെ ഹോൾ പവർ ആരാണ്? 1. അപ്പോൾ നമ്മൾ വിചാരിക്കും ഡിഗ്രി 1 ആണ്, തെറ്റാണ്. ഹിയർ ഡിഗ്രി ഈസ് നോട്ട് ഡിഫൈൻഡ്. ഡിഗ്രി നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാൻ പറ്റില്ല, ബിക്കോസ് ഈ dy/dx എന്നുള്ള ടേം ഒരു പോളിനോമിയൽ ഫോർമാറ്റിലെ ക്വസ്റ്റ്യനിൽ കാണാൻ പാടുള്ളൂ. ഫ്രീ ആയിട്ട് പവർ എല്ലാം പോസിറ്റീവ് ഇൻറ്റിജറായിട്ട് ആർക്കുള്ളിലും കയറി കിടക്കാൻ പാടില്ല. ഇത് കണ്ടോ, dy/dx സൈനുള്ളിലാണ്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ആരെ എഴുതരുത്? ഡിഗ്രി എഴുതരുത്. ഓക്കെ, ഇങ്ങനെ ഫ്രീ ആയിട്ട് കിടക്കണം. ആർക്കെങ്കിലും ഉള്ളിൽ ഡെറിവേറ്റീവ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ നിന്ന് ഡിഗ്രി എഴുതാൻ പറ്റില്ല. ഓക്കെ, ഇവിടെ കാണാം സൈൻ ഓഫ് dy/dx, ചിലപ്പോൾ e⁻dy/dx, ഈയുടെ പവറിൽ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഉടനെ എടുത്തങ്ങ് ഡിഗ്രിയെ വെച്ച് കീച്ചരുത്, തെറ്റാണ്. ഡിഗ്രി കനോട്ട് ബി ഡിഫൈൻഡ് എന്ന് എഴുതണം. അപ്പോൾ ഇവിടെ നിങ്ങൾ ഡിഗ്രി എഴുതല്ലേ, നോട്ട് ഡിഫൈൻഡ് എന്ന് എഴുതിക്കുക, ബിക്കോസ് dy/dx ആർക്കുള്ളിലാണ്? സൈനുള്ളിലാണ്. അങ്ങനെ വരുമ്പോൾ എഴുതാൻ പാടില്ല. ഓക്കെ ആണല്ലോ? അപ്പോൾ ഞാൻ 4 എക്സാമ്പിൾസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇവനെ ഒന്ന് പഠിച്ചു വെച്ചാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് പബ്ലിക് എക്സാമിന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് കിട്ടും. മനസ്സിലാക്കി പഠിച്ചാൽ ഫുൾ മാർക്ക്. ഓക്കെ, ഗുഡ് ബൈ.